ഉണ്ട്. എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമുക്കൊരു സങ്കടം വരിക, നമ്മളത് റിക്കവർ ചെയ്യുക എന്നുള്ളതല്ല. കാരണം പോലും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ വിഷയത്തിൽ സങ്കടപ്പെടുന്നതിലും കൂടുതൽ സങ്കടപ്പെടുക, അത് നമ്മുടെ ലൈഫിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ പോലും അഫക്റ്റ് ചെയ്യുക. ഭാവിയെക്കുറിച്ച് ഓർത്തോ അല്ലെങ്കിൽ നാളുകളെക്കുറിച്ച് ഓർത്തോ അല്ലെങ്കിൽ നമുക്കൊരു ഈവൻറ്റിന് പങ്കെടുക്കണം, അങ്ങനത്തെ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ആൻസൈറ്റി അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ആൻസൈറ്റി ഡിസോർഡർ എന്നുള്ളത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്ത് സ്ട്രഗിൾസ് ആണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. 2017-16 ആ ഒരു കാലം തൊട്ടേ കടന്നു വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമുക്കൊരു സങ്കടം വരിക, നമ്മളത് റിക്കവർ ചെയ്യുക എന്നുള്ളതല്ല. കാരണം പോലും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ വിഷയത്തിൽ സങ്കടപ്പെടുന്നതിലും കൂടുതൽ സങ്കടപ്പെടുക, അത് നമ്മുടെ ലൈഫിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ പോലും അഫക്റ്റ് ചെയ്യുക. നമുക്ക് സന്തോഷം വരുന്ന നിമിഷങ്ങളെ പോലെ, സന്തോഷിക്കേണ്ട കാരണങ്ങൾ ഉണ്ടാക്കിയ പോലെ സന്തോഷിക്കാൻ കഴിയാതെ വരിക തുടങ്ങിയ സിംറ്റംസിലൂടെ കടന്നു പോകുന്നതാണ് ഉപരിതലത്തിൽ പറഞ്ഞാൽ ഡിപ്രഷൻ. അതുപോലെ ഒരു സാധാരണക്കാരൻ ഉണ്ടാകുന്ന ഒരു എക്സാം ഫിയറോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതിന് മുന്നേ ഉണ്ടാകുന്ന ഒരു കുഞ്ഞ് ആൻസൈറ്റിയോ അല്ലാതെ ഭാവിയെക്കുറിച്ച് ഓർത്തോ അല്ലെങ്കിൽ നാളുകളെക്കുറിച്ച് ഓർത്തോ അല്ലെങ്കിൽ നമുക്കൊരു ഈവൻറ്റിന് പങ്കെടുക്കണം, അങ്ങനത്തെ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ആൻസൈറ്റി അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ആൻസൈറ്റി ഡിസോർഡർ എന്നുള്ളത്. അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടായിരുന്നു, പക്ഷെ ചിലതൊക്കെ അധികം ഡയഗ്നോസ് ചെയ്യപ്പെട്ടിരുന്നില്ല. പിന്നെ നമ്മുടെ പാരൻസിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം OCD ഉള്ളവർ, വല്ലാതെ ആങ്കർ ഇഷ്യൂ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു പ്രശ്നമാണ് എന്നാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നെ പണ്ട് കാലത്ത് ക്ലിയർ ആയിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം കുറേയൊക്കെ ഇതിനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്തിരുന്നത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു ടീനേജ് ടൈം തുടങ്ങിയ കാലം തൊട്ടേ പെട്ടെന്ന് ദേഷ്യം വരിക, അകാരണമായ സങ്കടം വരിക, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സിംറ്റംസ് ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലേക്കുള്ള സ്റ്റെപ്പാണ് എന്നൊന്നും ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നെ ഇതിനു മുന്നേ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ എഴുത്ത്, അതിൻ്റെ ബഹളങ്ങൾ, രാഷ്ട്രീയം, അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് തന്നെ ഒരു വിഷമം വരുമ്പോൾ റബ്ബിലേക്ക് ഓടി എത്തുക എന്നതിൽ കഴിഞ്ഞൊരു ബോണ്ട് ഉണ്ടാക്കാൻ പലപ്പോഴും, അല്ലെങ്കിൽ ഐ വോണ്ട് സേ ബോണ്ട്, ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സഫറുക. അപ്പോൾ പിന്നീട് ഡിഗ്രി ടൈമിലൊക്കെ ആയപ്പോഴേക്കും ഈ സിംറ്റംസ് ഒക്കെ വല്ലാതെ വേഴ്സണായി. PG BEd അതിനിടയ്ക്ക് ഞാൻ ഒരു എഡ്യൂക്കേഷണൽ ഡിഗ്രി ചെയ്തു. ആ ടൈമിലൊക്കെ ആയപ്പോഴേക്കും ഇടയ്ക്കൊക്കെ കാര്യമായി എല്ലാം കയ്യിൽ നിന്ന് പോകുന്നൊരു ഫീൽ തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടായി. കൂടുതൽ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല. എല്ലാവരും പറയുമ്പോൾ പൊതുവേ നമ്മുടെ നാട്ടുകാർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ പറയുന്നത് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ്, പഠിച്ചതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, തവക്കൽ അല്ലാഹ് നമുക്കറിയില്ല, ഇതെല്ലാം സമർപ്പിച്ച തീരുടെ പ്രശ്നമുള്ള റബ്ബിനെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല എന്നൊക്കെയാണ്. തീർച്ചയായും റബ്ബിനെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല എന്നുള്ളത് ശരിയായിരിക്കുന്നതുപോലെ തന്നെ ഈമാനില്ലായ്മയാണ് ഡിപ്രഷൻ്റെയും ആൻസൈറ്റിയുടെ റീസൺ എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. കാരണം നമ്മൾ സഹാബത്തിൻ്റെ ജീവിതത്തിലേക്ക്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അദ്ദേഹത്തിന് ദ എറ ഓഫ് ഡിപ്രഷൻ, ദുഃഖത്തിൻ്റെ ഒരു ഘട്ടം തന്നെ ജീവിതത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, പ്രിയ പത്നിയായിട്ടുള്ള ഖദീജ ബീവിയുടെ മരണശേഷം പ്രിയപ്പെട്ട പലരുടെ ലൈഫിൽ നിന്ന് അദ്ദേഹത്തിന് പിരിഞ്ഞു പോവുകയും അതുപോലെ തന്നെ ആ സമയത്താണ് ഖുറൈശികളെല്ലാവരും ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അന്ന് വിശ്വാസത്തിൽ ദീനിലേക്ക് വന്ന സഹാബത്തിന് മേലെ വല്ലാത്ത അടിച്ചമർത്തലുകളും അതുപോലെ ഭക്ഷണം പോലും, കച്ചവടത്തിൽ ഏർപ്പെടാതിരിക്കുക, ഭക്ഷണം പോലും കൊടുക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കല്ല ഏർപ്പെടുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോയത് വല്ലാത്ത മാനസിക പ്രശ്നത്തിലൂടെയാണ്, വല്ലാത്ത വിഷമത്തിലൂടെയാണ്. ഇതെന്തുകൊണ്ടാണ് എടുത്ത് പാഠങ്ങളിൽ പറഞ്ഞു പോയിട്ടുള്ളതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ നേച്ചറാണ് അവന് സങ്കടം തോന്നുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം റബ്ബുൽ ഇസ്സത്തായ തമ്മിൽ കഴുകിയ ഹൃദയമാണ്. അതായത് അതിൽ അമിതമായ വികാരങ്ങളോ ദുഃഖങ്ങളോ ഒന്നും കടന്നു വരേണ്ടതല്ലാത്ത വിധം റബ്ബ് തിരഞ്ഞെടുത്ത് റബ്ബ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മനുഷ്യന് അത്രയധികം വിഷമവും പേടിയും സങ്കടവും ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെറും സാധാരണക്കാരായ നമുക്ക് എന്തുമാത്രം വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്, അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ആ പറഞ്ഞു പോയിട്ടുള്ളത്. നമുക്കറിയാം, മുസ്ലിമിൻ്റെ ജീവിതം ഒരിക്കലും എളുപ്പമായിരിക്കില്ല. ഒന്നെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളുമുണ്ട്, സാമൂഹികമായ പ്രശ്നങ്ങളുമുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ മാനസികമായതോ മറ്റോ ആയ പ്രശ്നങ്ങളോ ഉണ്ട്. അവൻ എപ്പോഴും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, ഒരു ഹൃദയത്തിൽ താങ്ങാനാവുന്നതിൽ അധികം റബ്ബ് നൽകില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. അത് പലപ്പോഴും ഒരു പ്രശ്നത്തിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുമില്ല, എനിക്കിത് താങ്ങാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമ്മളത് റിക്കവർ ചെയ്ത് ചിന്തിക്കുമ്പോൾ എനിക്കത് കഴിയുമായിരുന്നു അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം പരീക്ഷണം അതെന്തായാലും ജീവിതത്തിൽ ഉണ്ടാവും.
അല്ലാതെ സ്മൂത്തായി സുഖകരമായ ഒരു ജീവിതം അത് ഈ ലോകത്ത് ആരും തന്നെ അനുഭവിക്കുന്ന കാര്യമില്ല. അങ്ങനെ ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിന് അതിൻ്റെ പ്രതിഫലത്തിന് എന്താണ് വിലയുള്ളത്? പരീക്ഷകളൊന്നുമില്ലാതെ സ്കൂൾ ഘട്ടം കടന്നുപോയി സ്കൂൾ വിജയിച്ചു പോകുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷകൾ പോലെ തന്നെയുള്ള പരീക്ഷണങ്ങൾ ഈ ലോകത്ത് നമുക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഏതൊരു വിഷമവും മറികടക്കാൻ കഴിയുന്നത് റബ്ബ് നൽകുക എന്നുള്ളത് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഇത് നിങ്ങൾക്ക് എത്ര വലിയ വിഷമമായിട്ട് തോന്നിയാലും ഇത് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നതാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു പരീക്ഷണമാണ് റബ്ബ് തന്നിരുന്നെങ്കിൽ, ഇപ്പം മെൻ്റൽ ഹെൽത്ത് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരൊന്ന് ചിന്തിച്ച് നോക്കൂ. പ്രിയപ്പെട്ട ആരെങ്കിലും വിട്ടുപോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ശാരീരിക പ്രശ്നങ്ങൾ നമുക്ക് തോന്നും, ചിലപ്പോൾ അതൊക്കെ ഞാൻ ചിലപ്പോൾ ഫേസ് ചെയ്യായിരിക്കും, പക്ഷെ നമുക്കത് കഴിയില്ല. അതുകൊണ്ടാണ് റബ്ബ് നമ്മുടെ ഈ വിധത്തിൽ പരീക്ഷിക്കുന്നത്. ഇനി ഇതിൽ എളുപ്പം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളെ കണ്ട് കഴിയുന്ന ഒരു കാര്യം. എൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ മാറ്റിമറിച്ച സംഭവം തീർച്ചയായും ഫലസ്തീൻ ജനതയുടെ അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ട്. ഞാൻ സംസാരിച്ചൊരു വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒരു 90 വയസ്സിലൊരു വൃദ്ധ പിതാവ് അദ്ദേഹം കരയുന്ന ഒരു വീഡിയോ. എന്താണ് കാരണം ചോദിക്കുമ്പോൾ എനിക്ക് ബ്രെഡ് കഴിക്കാൻ വേണ്ടി റൊട്ടി വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയും വയസ്സായൊരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ, അത്ര വാർദ്ധക്യത്തിൽ ഇത്രയും കാലം തന്നെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി പണിയെടുത്തിട്ട് പട്ടിണി കിടന്ന് കരയേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അത് വളരെ ദയനീയവും ഭീകരവുമാണ്. അതുപോലെ ആ അവസ്ഥയിലും പിടിച്ചു നിൽക്കുന്ന ഫലസ്തീനികളുടെ ഈമാൻ അത് കണ്ടപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് സ്ട്രഗിളിലൂടെ കടന്നു പോയൊരു ഘട്ടം വന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ച് എപ്പോഴും ഞാൻ പഴി ചേരണം, എനിക്കിങ്ങനെ ആയതുകൊണ്ടല്ലേ, എനിക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടല്ലേ, എനിക്കിങ്ങനെ വിഷമം വരുന്നത് കൊണ്ടല്ലേ എന്നിങ്ങനെ പഴിചാരി എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ദീനിൻ്റെ ചുറ്റകളിൽ നിന്നും ഇബാദത്തുകളിൽ നിന്നും ഒക്കെ ഞാൻ ഒഴിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇത്രയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിട്ട് കിടന്നുറങ്ങാൻ രാത്രി ഒരു ഇടം ഉണ്ടോയെന്നറിയില്ല, അടുത്ത നേരം കഴിക്കാനുണ്ടോയെന്നറിയില്ല, കുടുംബത്തിൽ ആര് ഏത് നിമിഷം വേണമെങ്കിലും മരിച്ചു പോകാം, ചിലപ്പോൾ മുറിഞ്ഞൊരു കാല് വലിച്ചായിരിക്കാം ഇനി ഇവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ പോകേണ്ടി വരുന്നത്. അങ്ങനെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ട് ഹസ്ബുനല്ലാഹ് എന്നൊരു വാക്കിൽ പിടിച്ചു നിൽക്കുന്നവരുടെ ഈമാൻ കണ്ടപ്പോൾ റബ്ബി നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് ദുആ ചെയ്തതിന്, അല്ലെങ്കിൽ അങ്ങനെ റബ്ബിനോട് ചോദിക്കാൻ തന്നെ എനിക്കൊരു ഉളുപ്പ് തോന്നിപ്പോയ നിമിഷമായിരുന്നു. അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് വലിയ മാറ്റങ്ങൾ എന്ന് തന്നെ പറയേണ്ടതുണ്ടെങ്കിലും ഇതിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള റബ്ബ്. അപ്പം അങ്ങനെ പല മാറ്റങ്ങളും എൻ്റെ ചിന്താഗതിയിൽ വരികയും അൽഹംദുലില്ലാഹ് ഈ വിധത്തിലേക്ക് പോകാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. ഞാൻ വലിയ എന്തെങ്കിലും എത്തിച്ചേർന്നത് ഒരിക്കലും പറയില്ല. ഞാനിത് പറയുന്നത് തന്നെ ഇത് കഴിയും എന്ന് ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് തരാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഞാൻ എന്തെങ്കിലും വലിയ കാര്യത്തിലേക്ക് എത്തിപ്പെടുവോ, എന്തെങ്കിലും വലിയ ദീനിയായിട്ട് നന്നാവുമോ അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലും അല്ല. നിങ്ങളിപ്പോൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിന് എൻ്റെ ഈ മാറ്റങ്ങൾ നടക്കുന്നതിന് മുന്നേ ഞാൻ സംശയിച്ചിട്ടുണ്ട്, എനിക്കങ്ങനെ കഴിയുമോ, എനിക്കങ്ങനെ ദീനിയായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നിങ്ങളങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക, നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക, റബ്ബ് നമുക്ക് അവർ പുഷ് തരും. ഫലസ്തീൻ ജനത ശ്രമിക്കുന്നതിൻ്റെ 100% നമുക്ക് ശ്രമിക്കണ്ട. അപ്പം അവരത്രയും ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ വിധത്തിൽ വലിയ ശ്രമിച്ചു നോക്കുക. എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്തെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് കടന്നു വന്ന സമയത്ത് ഞാൻ ഖുർആൻ കുറച്ചുകൂടി തഫ്സീറുകളെ മുൻനിർത്തി വായിക്കാൻ തുടങ്ങി. അതെന്നെ വല്ലാതെ മാറ്റിയൊരു കാര്യമാണ്. ഓരോ ആയത്തുകളുടെ അർത്ഥം, ചില ആയത്തുകളൊക്കെ വായിച്ച് കടന്നു പോകുമ്പോൾ റബ്ബ് ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കും പോലെ നമ്മളോടാണ് സംസാരിക്കുന്നത്. നമുക്ക് ഖുർആനായിട്ട് ഭയങ്കര കണക്ഷൻ വരും. ഖുർആൻ അബ്ബാസിത്തായ തമ്പുരാൻ്റെ വാക്കുകളാണ്. അപ്പോൾ അള്ളാഹിനോട് നമുക്കൊരു കണക്ഷൻ വരും. അത് നമുക്കൊരു ഭയങ്കര ആശ്വാസം നൽകും. ഈ ലോകത്ത് ആര് നമ്മളോട് പോട്ടെ ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അവർക്ക് പറയാനേ പറ്റൂ. പക്ഷെ സുബ്ഹാനല്ലാഹ് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം അത് ശരിയാവും. അപ്പോൾ ആ വിധത്തിലൊരു കണക്ഷൻ ഖുർആൻ ബർക്കത്താണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ബർക്കത്ത് വരും. നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങും. ഇൻഷാ അല്ലാഹ് ഓതാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഖുർആൻ ഓതാനായിട്ട് അക്ഷരങ്ങളിലായാലും തജ്വീദിലൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്തതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോയിൽ പറയാം. ഇതിൽ അതുകൂടി പറഞ്ഞാൽ മിക്സ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ പരമാവധി കൃത്യമായിട്ട് അവലൊക്കെ നമസ്കരിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. എന്ത് എക്സ്ക്യൂസുകളാണെങ്കിലും ചിലപ്പോൾ കൂട്ടുകാരൊന്നിച്ച് ഹോസ്റ്റലിൽ നിന്ന് ചായ കുടിക്കാൻ പോകാൻ പറ്റിക്കൊള്ളുന്നില്ല നേരത്തെ, അതുപോലെ ലൈബ്രറിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, എക്സാം ടൈമിലൊക്കെ ഇവരെല്ലാം ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഹോസ്റ്റലിൽ തിരിച്ചു വരണം. അതുപോലെ പുറത്ത് പോകുമ്പോൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ഇടാൻ പറ്റിക്കൊള്ളുന്നില്ല, കാരണം അവിടുത്തെ മറിച്ചുള്ള വസ്ത്രമായിരിക്കണം നമസ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട്. അപ്പം അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി നമുക്ക് ഫീൽ ചെയ്താൽ പോലും ആ കൃത്യമായിട്ട് നമസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ എന്നുള്ളതിലൊരു ആശ്വാസം. നമസ്കരിച്ച് കഴിയുമ്പോൾ ഒരു റബ്ബിനോടൊരു അടുപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വല്ലാതെ തോന്നി തുടങ്ങി. അതെന്നെ വല്ലാതെ മാറ്റി.
പിന്നെ ആദ്യത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാം പറ്റിക്കൊള്ളണം എന്നില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നുള്ളൂ. പക്ഷെ അതിലൊരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ അതിലൊരിക്കലും എന്തുകൊണ്ട് എനിക്ക് പറ്റുള്ള, ഞാൻ ഒരു കഥപ്പോൾ വിട്ടുപോയാൽ ഞാൻ ഉണ്ടാക്കിയ ഇമ്പ്രൂവ്മെൻറ്റ് മൊത്തം പോയില്ല, അവരൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. റബ്ബ് ക്ഷമിക്കുന്നവനാണ്, റബ്ബ് കാരുണ്യവാനാണ്, റബ്ബ് സ്നേഹനിധിയാണ്. പക്ഷേ അത് പുറത്തൊരു നമ്മൾ വീണ്ടും അത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ അതുപോലെ പിന്നെ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അവൃത്ത് മറച്ച വസ്ത്രം ധരിക്കുന്നത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ. അപ്പോൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയമാണ്. യൂണിവേഴ്സിറ്റി മുഴുവൻ നവലിബറൽവാദികളുടെ മോഡേൺ ഫെമിനിസ്റ്റിക് സറൗണ്ടിങ് ആണ്. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും കളിയാക്കലുകൾ അനുഭവിക്കേണ്ടിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് എന്തോ വീണ്ടും ദീനയുടെ വസ്ത്രം ധരിക്കാനുള്ള പ്രചോദനമാകാൻ മാത്രമേ കാരണമായുള്ളൂ. ദീനിയ വസ്ത്രം ധരിച്ചതോടുകൂടി എപ്പോഴും ഞാൻ എന്തോ സ്പെഷ്യലാണെന്നൊരു ചിന്ത എനിക്ക് തോന്നി തുടങ്ങി. അതിൽ മറ്റുള്ളവരിൽ ഞാൻ വ്യത്യസ്തയാണ്. ഞാൻ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ, ഒരു റബ്ബ് എന്നെ കാണുമ്പോൾ, എന്നെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പൊതുവിടത്ത് വസ്ത്രം ധരിച്ച് നിൽക്കുക എന്നുള്ളത്, അപ്പോൾ അദ്ദേഹത്തിന് എന്നോടൊരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവുമല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആയിരിക്കുമല്ലോ എന്നുള്ളൊരു തോന്നൽ. അതുപോലെ തന്നെ ഒരു ഒതുക്കം, ആ ഒതുക്കം കൊണ്ടുവന്ന മനസ്സമാധാനം, അതൊക്കെ അതുപോലെ എല്ലാവരും എന്നോട് അപ്രോച്ച് ചെയ്യുമ്പോഴായാലും ഇതിന് മുന്നേ എന്നോട് അപ്രോച്ച് ചെയ്തിരുന്ന മോഡേൺ ഗേൾ എന്നുള്ളതിൽ, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ്, അല്ലെങ്കിൽ എഴുത്തുകാരി എന്നൊക്കെ ഉള്ളതിൽ നിന്ന് വിട്ടുമാറി അവരുടെ നമ്മളോട് അപ്രോച്ച് മാറുമ്പോൾ തന്നെ നമുക്ക് അവരോടുള്ള അപ്രോച്ച്, നമ്മൾ അധികം ആളുകളോടും അനാവശ്യമായ ഇടങ്ങളിലേക്കും മിംഗ്ലിങ്ങിലേക്കും പോകാതിരിക്കും. അപ്പം തന്നെ അനാവശ്യമായ പ്രശ്നങ്ങളും അനാവശ്യമായ സ്ട്രെസ്സുകളും നമ്മളിലേക്ക് വരാതിരിക്കും. അപ്പം അങ്ങനെ അത് വല്ലാതെ മാറ്റി. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻസ്റ്റഗ്രാം ഇറ്റ്സ് എ ബാഡ് പ്ലേസ്, ബട്ട് ഇറ്റ്സ് ഓൾസോ എ ഗുഡ് പ്ലേസ്. ബിക്കോസ് കുറേ റിലീജിയസ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ടോക്ക്, ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് റിലീജിയസ് ഇൻഫ്ലുവൻസേഴ്സ് ഐ വുഡ് സേ, അവരെങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി ലൈഫ് ഇടയിൽ സമയം കണ്ടെത്തി നമസ്കരിക്കാം, അതിൽ അവർ പഠിച്ച പുതിയ സൂറത്തിൻ്റെ അർത്ഥം, ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ ലൈഫിൽ മുഴുവൻ ഒരു ദീനീമയം ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു പ്ലസൻറ്റ്നെസ്, ഒരു ഹാപ്പിനെസ്. അതുപോലെ എന്ത് പ്രശ്നം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമൊക്കെ മുന്നിൽ വരുമ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾക്ക് പേപ്പർ പ്രസൻറ്റ് ചെയ്യണം. എല്ലാ സെമിസ്റ്ററിലും എത്ര സബ്ജക്റ്റ് ഉണ്ട് അതിനനുസരിച്ച് പേപ്പർ പ്രസൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഡിഗ്രിക്കും പി ജിക്കൊക്കെ തീസിസ് ചെയ്തിട്ടുള്ളവരാണ് അറിയാം. അതുപോലെ ഞങ്ങൾക്ക് എല്ലാ മന്തും തീസിസ് പ്രസൻറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ 50% മാർക്ക്. അപ്പോൾ ചിലപ്പോഴൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് പെർഫെക്റ്റ് ആണെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോഴൊക്കെ എൻ്റെ ചിന്ത എങ്ങനെയാണ്, ബാക്കിയുള്ളവർക്ക് അവർക്ക് അവരുടെ എബിലിറ്റിയും കൊണ്ട് ചെയ്യാം. എൻ്റെ അടുത്ത് പഠിച്ചവരുണ്ട്, ഞാൻ സ്പെഷ്യലാണ്, കാരണം ഞാൻ മുസ്ലിമാണ്, എൻ്റെ കൂടെ റബ്ബുണ്ട്. അവരെത്ര തലമുത്തി എന്നല്ല അവരെ കൊണ്ട് പറ്റാത്തത് റബ്ബിനെ കൊണ്ട് പറ്റും, ദുആ ചെയ്യാം കിട്ടും എന്നുള്ളത്. അതുപോലെ ദുആനെ പറ്റിയുള്ള മറ്റൊരു എൻ്റെ ചിന്ത, ദുആ ചെയ്തപ്പത്തിന് കിട്ടിയില്ലെങ്കിൽ അയ്യോ അത് കിട്ടിയില്ല, സോറി അല്ലോ അത് കിട്ടിയില്ല, റബ്ബിനെ കൈവിട്ടു. അപ്പോൾ അതിൽ നിന്ന് മാറി ഞാൻ ചോദിച്ച കാര്യം അത് ഹയറാണ്, എനിക്ക് കിട്ടും. ഇനി അതിലെന്തെങ്കിലും അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതിൽ ഹയറില്ല, അങ്ങനെയാണെങ്കിൽ റബ്ബ് അത് ഒഴിവാക്കും. പക്ഷെ റബ്ബ് ആ ദുആ എവിടെയും കളയുന്നില്ല. ആ ദുആ റബ്ബിൻ്റെ ജീവിതത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ ആവശ്യമുള്ള ഒരു കാര്യം എത്തിച്ചേരാൻ വേണ്ടി ഉപയോഗിക്കുക. അത് ദുആ ഇബാദത്താണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു തസ്ബീഹ് എപ്പോഴും, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഡിജിറ്റൽ വൺ എപ്പോഴും കയ്യിൽ പിടിക്കുക. അപ്പം തന്നെ കയ്യിലുള്ളപ്പോൾ തന്നെ ചൊല്ലണം എന്നൊരു തോന്നില്ല. ബസ്സിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അനാവശ്യമായ ചിന്തകളിലേക്ക് പോകാതെ ദിക്റിയെല്ലാം തുടങ്ങി, സ്വലാത്തുകളെല്ലാം അധികരിപ്പിക്കാൻ തുടങ്ങി. അപ്പം അതൊക്കെ അനാവശ്യമായ ചിന്തകളിൽ നിന്ന് തന്നെ ഒരുപാട് മാറ്റി. ചിന്തകളാണല്ലോ എപ്പോഴും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ മെയിൻ കോർ ഇഷ്യൂ. അതുപോലെ തന്നെ നല്ല ഖിറാഅത്തുള്ള ഖുർആൻ കേൾക്കാൻ തുടങ്ങി. ബസ്സിലൊക്കെ പോകുമ്പോൾ പൊതുവെ ഞാൻ പാട്ട് കേൾക്കുന്ന ബസ്സിനായിരുന്നില്ല, എന്നാലും വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഓരോ ചിന്തിച്ചുകൊണ്ടിരിക്കില്ല. അത് മാറാനായിട്ട് എനിക്ക് ഖിറാഅത്തുകൾ കേൾക്കുന്നത് സഹായിച്ചു. അല്ലെങ്കിൽ ഒരു നല്ല മിഷ്രിയൽ ഫായിസിയുടെ ഒക്കെ നല്ലൊരു ഖിറാഅത്ത് കേട്ടാൽ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ്, ഒരു സമാധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പതിയെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഈ ടോക്ക് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ എന്നോട് ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജേർണിയിൽ കൂടെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണാം.